നമസ്കാരം എല്ലാവർക്കും. ജ്യോതിസ് പള്ളിക്കുന്നതിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൂത്താട്ടോളം കഴിഞ്ഞു. വണ്ടി ഓട്ടത്തിൽ തന്നെയാണ്. ഞാൻ കാലത്ത് വീട്ടിൽ നിന്ന് 5 മണിയായപ്പോഴാണ് പോകുന്നത്. കാരണം ഇന്നലെ രാത്രി കടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ചെറിയ കലിപ്പുണ്ടായിരുന്നു. അതൊരു കലിപ്പ് വേർന്നില്ല. വാട്സപ്പിൽ ഒരാളുമായിട്ട് ഒരു ടീമായിട്ട് ഗ്രൂപ്പായിട്ട് കുറച്ച് വർത്താനം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ ഒരു 12:30 മണിയായപ്പോൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് 5 മണിയായപ്പോൾ നമ്മളെടുത്ത് പോകുന്നോളും. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് പോകണമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ ഇത്രയും നേരം ഇവിടെ. അപ്പോൾ 4:30 എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞിട്ട് നേരെ പോകും. അപ്പോൾ നമ്മളിപ്പോൾ കൂത്താട്ടോളം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി എന്ത് യാത്ര, നിങ്ങൾ ഈ സ്ഥലങ്ങളൊന്നും കാണാത്തൊന്നുമല്ല. പിന്നെ ഞാൻ അപ്പം അത് കാരണം ഒന്നും പറയുന്നില്ല. അപ്പം നമുക്കിനി ഇവിടുന്ന് പോവാൻ ഇനിയിപ്പോൾ ഞാൻ നേരം വെളുത്ത കാരണമാണ് ഇപ്പോൾ വീട് എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ തുടർന്നുള്ള യാത്രയിലേക്ക് സ്വാഗതം. നേരം വെളുത്ത് വരണോ നമ്മൾ 4 മണി. ഞാൻ ഇന്നലെ 4 മണിക്ക് പോകണമെന്ന് വിചാരിച്ചത്. 4 മണിക്ക് മുന്നേ കേട്ടോ കല്ലായിട്ടിട്ട് തന്നെ വഴിക്ക് വീണ്ടും കൊടുക്കുക. 4 മണിക്ക് പോരണമെന്ന് വിചാരിച്ചു. ഞാൻ 4 മണിക്ക് പോരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, രാത്രി ഫേസ്ബുക്കല്ല വാട്സപ്പിൽ ഒരാളല്ല ഒരു ഗ്രൂപ്പ് മറ്റേ ഡ്രൈവറെ. കാരണം എന്നെ കുറേ ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ കിട്ടണവരൊക്കെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. അതിൻ്റെ ഒരു ഡ്രൈവർമാരുടെ ഗ്രൂപ്പിൽ ചെറിയ വർത്താനവും കാര്യങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് കടന്നുറങ്ങിയപ്പോൾ ഒരു 1:30 രാത്രി. അത് കഴിഞ്ഞിട്ട് നല്ല 1:30 ആയാലും കിടന്നാലും നമുക്ക് നേരം എടുത്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ല. 5 മണിയായപ്പോൾ 4:30 എഴുന്നേറ്റ്. 4:30 അമ്മ വിളിച്ചു. ഞാൻ 4 മണിക്ക് അമ്മയോട് പോകണമെന്ന് പറഞ്ഞാൽ 4 മണിയോട് പോകാണ്ടായപ്പോൾ അമ്മ 4:30 വിളിച്ചു. എഴുന്നേപ്പിച്ച് ഭാഗം അമ്മച്ച് ചായയൊക്കെ വിളിച്ച് അപ്പോഴത്തേക്ക് കുടിയൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് പോകും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ എത്തിയേനെ, എവിടെ ലോഡറൊക്കെ നടത്തി എത്തിയേനെ. ഇപ്പോൾ കാരണം രാത്രി നമ്മുടെ കേരളത്തിൽ രാത്രി വണ്ടി ഓടിക്കാന്നുള്ളത് ഏറ്റവും സുഖം എന്ന് പറയുന്ന കാര്യമാണ്. വണ്ടി ഉണ്ടെങ്കിൽ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാണ്ടല്ലോ എന്തായിരിക്കും റോഡിലെ തിരക്ക്. പിന്നെ ഇതേപോലെ തന്നെ കേരളത്തിൽ ഇതേപോലെ രാത്രി വണ്ടി ഓടിക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എവിടെ വെച്ചാൽ മിസോറാം ഭാരതത്തിൽ. പിന്നെ മിസോറാം രാത്രി അത് അവിടെ ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ആന്ധ്രയും മറ്റേ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. എന്നാലും മിസോറാമിലും രാത്രി വണ്ടി ഓടിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ കേരളത്തിൽ രാത്രി 24 hours നമുക്ക് കേരളത്തിൽ എവിടെ വേണം നമുക്ക് ഓടിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞാണ് കേട്ടോ. ഇതൊരു നല്ലൊരു വളവാട്ടോ. നല്ലൊരു വളവ് പറഞ്ഞാൽ സൂപ്പർ വളവാ. ഇതൊരു ട്രെയിലർ പറഞ്ഞു നോക്കിയാൽ ട്രെയിലർ തമിഴ്നാട് വണ്ടിയാ. 16 വീല് നല്ലൊരു വളവാ. അത് നല്ലൊരു വളവാ. നമ്മുടെ ലോഡില്ലാത്ത കുഴപ്പമില്ല. ലോഡാകാരം 6 ടൺ ലോഡുള്ളത് കാരണം പിന്നെ കലാവില്ല. നമ്മളെ ഇതിപ്പോഴൊക്കെ വണ്ടി കണ്ടോ കയറ്റം കയറാണ്ട് നമ്മൾ പതുക്കെ കയറണം. ഇപ്പം ഈ നേരത്തെ കയറാൻ കാറുകാർ നിൽക്കുന്നവരൊക്കെ ഉണ്ടാക്കണം. ഞാൻ മാത്രമല്ല, നമ്മുടെ മുന്നിൽ വേറെ വണ്ടി പോകുന്നുണ്ട്. ഈ വണ്ടിക്കാരെല്ലാം ലോറിക്കാരെല്ലാം ഇതേപോലെ കയറാം. എനിക്ക് വേണമെങ്കിൽ കാല് കൊടുത്ത ഇവന്മാരൊക്കെ കയറി പോകണ്ട, അത് വേറെ വിഷയം. നമ്മളിങ്ങനെ പോകേണ്ട കാരണം അറിയാം, മൈലേജ് നോക്കി വണ്ടി ഓടിക്കുന്നതാണ്. കാരണം വെച്ചാൽ നമുക്ക് ഡീസൽ കാര് കൂടുതൽ. ഇപ്പം നമ്മുടെ വണ്ടി കയറുന്നത് 2nd ഗിയറിലാണ്, മനസ്സിലായോ? കമ്പനി 3rd ഗിയറിൽ, നമ്മുടെ ഡ്രൈവർമാർ കണക്കിൽ 2nd ഗിയർ, അപ്പോൾ കമ്പനിയുടെ കണക്കിൽ 3rd ഗിയർ. അപ്പം നമ്മൾ ആ 3rd ഗിയർ കയറുമ്പോൾ സെക്കൻഡ് ഗിയറിൽ കയറുമ്പോൾ നമ്മൾ നോക്കി RPM ലെവലാക്കി നോക്കി ഓടിക്കുന്ന കാരണം നമ്മളിങ്ങനെ കയറാം. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ തൊട്ടുമ്പിൽ വേറൊരു വണ്ടി പോകണുണ്ടോ, എല്ലാവരും ഇങ്ങനെ കയറുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് കാല് കൊടുത്തു കഴിഞ്ഞാൽ RPM ചോദ്യ സ്പീഡിലാണ് കയറും. അപ്പോൾ അത് ഇഞ്ചിനെ മൂവ് ആവുള്ളൂ, പക്ഷേ വണ്ടി നീങ്ങില്ല. കുറച്ച് സ്പീഡ് കിട്ടും. പക്ഷേ ഡീസൽ കത്തി അങ്ങോട്ട് തരും. ഇന്നത്തെ ഡീസലിൻ്റെ വിലയൊക്കെ അറിയാലോ. അതാണ് ഞങ്ങൾ ഈ ലോറിക്കാരെല്ലാം കയറ്റം കയറുമ്പോൾ ഇങ്ങനെ പതുക്കെ കയറണതിൻ്റെ കാരണം. ഈ സ്ഥലമാണ് കോഴ. അത് വെറൈറ്റി പറയില്ലേ, കോഴയാണ്. അങ്ങനെ കുറുവിലങ്ങാട് എത്താറായിക്കൊണ്ടിരിക്കണ്ട. കുറുവിലങ്ങാട് അപ്പോൾ നമ്മൾ കോഴ ടൗണിലേക്ക് പോകും. ഇവിടെ മൊത്തം കോഴയാണ്. കോഴ ടൗണിലേക്ക് നമ്മൾ കയറുന്നത് ഒരു കാറുകാരൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു നോട്ടല്ല, അവൻ മര്യാദക്കാരൻ ചവിട്ടി എവിടുന്നേലും കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഓട്ടോറിക്ഷക്കാരൻ മര്യാദക്കാരൻ തിരിയുമ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് തിരിയുന്നുണ്ട്. അങ്ങനെ കോഴ ഇതാണ് കോഴ. അങ്ങനെ കുറുവിലങ്ങാട് നേരായപ്പോൾ ഒരു തിരക്കില്ല, ഒന്നുമില്ല. ഒരു
1 മണിക്കൂറോടെ കഴിഞ്ഞ് ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും, നല്ല തിരക്കും നല്ല ജാമായിരിക്കും. അതാണ് ഈ കേരളത്തിലൂടെ രാത്രി വണ്ടി ഓടിക്കാൻ ഏറ്റവും സൗകര്യമുള്ള സ്ഥലം ഞാൻ പറയാൻ കാരണം. കാരണം നമ്മുടെ നാട്ടിൽ ഈ തിരക്ക് വരാൻ കാരണം ഇതിൽ ഒന്നാമത്തെ കാര്യം അശാസ്ത്രീയമായ പാർക്കിങ്, രണ്ടാമത്തെ ആൾക്കാർക്ക് ഡ്രൈവിങ്ങിനെ പറ്റിയുള്ള ഒരു അറിവില്ലായ്മ, മര്യാദയുള്ളൊരു ഓട്ടോറിക്ഷക്കാരാണ്. അവൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാവും തിരിയാണ്. സാധാരണ ഓട്ടോറിക്ഷക്കാരിങ്ങനെ തിരിയാറില്ല. എം സി റോഡിലെ കയറ്റങ്ങൾ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ കയറി, അത് 5 അങ്ങനെയുള്ള കയറ്റങ്ങളുണ്ട്. ആ കയറ്റങ്ങൾ കഴിഞ്ഞോണ്ടോ പറഞ്ഞാൽ ബാക്കി റോഡിൽ കയറ്റങ്ങളുണ്ട്. എൻ്റെ ക്യാബിൻ്റെ ഷേക്ക് കാരണമാണ് ഈ സാധനം ഇങ്ങനെ കിടന്ന് ഇതാവണം. അങ്ങനെ നമ്മൾ പട്ടിത്താനം കഴിയാൻ പോകണം. വേണ്ട ഇപ്പം നമ്മൾ ഇറങ്ങി പട്ടിത്താനം ഇറങ്ങിയാണ്. വേണ്ട പട്ടിത്താനം കണ്ട ബോർഡ് കണ്ടോ, പട്ടിത്താനം കണ്ടോ, പട്ടിത്താനം ഇറങ്ങി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ വരും. അവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ വൈക്കം അതൊക്കെ നമ്മൾ ഇടത്തോട്ട് പോകും. നമ്മൾ നേരെ പോയി ഏറ്റുമാനൂർ എം സി റോഡ് നേരെയാണ്. നമ്മളിവിടുന്ന് ഇടത്തോട്ട് പോയിട്ട് നേരെ മണ്ണറകാട് വഴിക്ക് പോകാം. നമുക്ക് ബൈപ്പാസ് വഴിക്ക് പോകാം. ഈ വഴി ബൈപ്പാസ് വഴിക്ക് പോകാം. നമ്മളിപ്പോൾ ഈ വഴിക്ക് പറഞ്ഞാൽ നമുക്ക് ഏറ്റുമാനൂർ ടൗണും ടച്ചാവില്ല, പിന്നെ കോട്ടയം ടൗണും ടച്ചാവില്ല. നമുക്കിത് ബൈപ്പാസ് ഇങ്ങനെ വന്ന കാരണം നേരെ പോവാം. അല്ലെങ്കിൽ നമ്മൾ ഏറ്റുമാനൂർ ഏറ്റുമാനൂരിൽ നിന്ന് പിന്നെ കോട്ടയത്ത് എന്നിട്ട് വേണം പിന്നെ നമുക്ക് വടവാതൂർക്ക് വരാൻ. നമ്മളിപ്പോൾ ഈ യാത്ര സ്ഥലം ഇതിനൊന്ന് 4 മണിക്കാറ്റ് 6 മണിക്കാറ്റ് അങ്ങനെ എന്തൊരു പേരുണ്ട്. ഈ ആൾക്കാർ വന്നിരിക്കണം നല്ലത്. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന സ്ഥലം 4 മണിക്കാറ്റ് അങ്ങനെ എന്തോ പേരുണ്ട് കേട്ടോ, കറക്റ്റ് അറിയില്ല. നമ്മളങ്ങനെ ഇപ്പം മണർകാട് എത്തറിയാം. മണർകാട് ഈ അടുത്ത വസ്തു കാണുന്ന ഈ വഴിക്കാണ് മണർകാട് പള്ളിയിലേക്ക് പോകണം. അങ്ങനെ മണർകാടായി. ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. നമുക്കിപ്പോൾ ഈ നേരെ ആയത് കാരണം നമുക്ക് നേരെ പോവാം. ലെഫ്റ്റ് പോയിട്ട് വേണം തിരിഞ്ഞു പോകാൻ. ഈ നേരെ ആയത് കാരണം നമുക്ക് നേരെ പോകാം. നമ്മളിപ്പോൾ ലോഡറൊക്കെ സ്ഥലം ഏറെക്കുറെ എത്താറായി. ഇപ്പോൾ ആകെ ഒരു 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഒരു 2 കിലോമീറ്റർ കൂടുതൽ ഉണ്ടാവില്ല ലോഡറൊക്കെ സ്ഥലത്തേക്ക്. നമ്മളങ്ങനെ തിരിയണ സ്ഥലം ആവാറായിട്ടാ. നമ്മൾ ലോഡറൊക്കെ സ്ഥലത്തേക്ക് എത്താറായി. കോട്ടയം പാല പ്രൈവറ്റ് ബസ്സിന് മുന്നിൽ പോകണം. നമ്മൾ തിരിയണ സ്ഥലത്തേക്ക് എത്താറായി. ഒരു മാറനാത്ത വണ്ടിയുടെ പേര്. നമ്മളിവിടുന്ന് ഇടത്തോട്ട് തിരിയും. വഴിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ. അതാണ് നമ്മൾ ലോഡ് ഇറക്കുന്ന സ്ഥലം. നമ്മളങ്ങനെ ലോഡ് ഇറക്കുന്നിടത്ത് എത്തിയിട്ടാ. ഇപ്പോൾ 7:30 ആയപ്പോഴത്തെത്തി. 2.5 മണിക്കൂർ കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് എത്തി. ആ നേരത്തെ നമ്മൾ പകല വരുന്ന വെച്ചാൽ ഞാണ്ടല്ലോ ഞാൻ 4:56 ആയപ്പോൾ അവിടെ നിന്ന് 2.5 മണിക്കൂർ കൊണ്ട് എത്തി. അതായത് നമ്മൾ പകല പറഞ്ഞെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ 5 മണിക്കൂർ കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തേക്ക് ഇവിടെ എത്തില്ല. അപ്പോൾ നമുക്ക് എത്ര ലാഭം കിട്ടും. അതിന് രാത്രി കേരളത്തിൽ ഓടിക്കാൻ ഇത്രയും നല്ല സുഖം എന്ന് പറഞ്ഞ സംഭവം രാത്രി അടിപൊളിയാണ് കേരളത്തിൽ. നമ്മളെ പിന്നെ ലേറ്റ് ആയത് കാരണം ഇവിടെ 2 വണ്ടികൾ വേറെ നമ്മുടെ മുന്നിൽ കയറിയിട്ടുണ്ട്. എന്താ കുഴപ്പമില്ല, നമുക്ക് പിന്നെ ആകെ 6-6.5 സാധനം ഇറക്കാനുള്ളൂ. വണ്ടികൾ കയറിയിട്ട് ഒരു 8 മണിയാകുമ്പോൾ നമ്മളത്തെ ഒന്ന് ഇറക്കാൻ തുടങ്ങും. 9 അല്ല 10 മണിക്കാവും. ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത കാര്യങ്ങൾ. നമ്മുടെ വണ്ടി അങ്ങനെ ലോഡറക്കൽ തുടങ്ങിട്ടാ. ലോഡറക്കൽ തുടങ്ങി. ചേട്ടാ മരൽ ലോഡറക്കണു. നീ ചേട്ടനാ എനിക്ക് പായ മോളിൽ കയറ്റാൻ കൂടുതൽ സഹായിച്ച ആള്. ചേട്ടൻ നോക്കിയാ നീ ചേട്ടനാ കേട്ടാ. ഈ ചേട്ടനാണ് എനിക്ക് പായ മോളിൽ കയറ്റാൻ വേണ്ടി സഹായിച്ച ആൾട്ടാ. ഒരു യൂണിയൻ കരുത് ബേക്കറി ചേർത്ത് സൈഡിലേക്ക് ചേട്ടങ്ങട്ടാ. ചേട്ടൻ നോക്കിയാ ഈ ചേട്ടനാണ് മറ്റേ പായ മടക്കാനൊക്കെ സഹായിച്ച ആൾട്ടാ. പിന്നെ ലോഡർ നീ നിൽക്കണ ചേട്ടനാണ് നമുക്ക് ബേക്ക് സൈഡ് പറഞ്ഞു തന്ന ആൾട്ടാ. ചേട്ടൻ നോക്കിയാ
ആയിരുന്നില്ല ₹1 പൈസ. പിന്നെ പൈസ തന്നെ ലോക്കൽ ഒരു പൈസ തരണേ. നമ്മളങ്ങനെ ലോറൊക്കെ തുടങ്ങി. നമ്മളെ ലോറൊക്കെയാണ് നമ്മളും കൂടി ഇടമറ കൂടാ ഇടമറ കൂടെ നമ്മളും കൂടി നമുക്ക് നമ്മുടെ വണ്ടി കാര്യമാണോ എത്ര ആവശ്യം ഇവിടെ തൊട്ടോ. ഇതാണ് ഇപ്പം വീഡിയോ എടുത്ത് ചേട്ടാ. ഞങ്ങളൊരു ലോഡറക്കണത് നമ്മുടെ വണ്ടി അങ്ങനെ ലോഡറക്കൽ പകുതിയായി. ഇനിയിപ്പോൾ ആ ലാസ്റ്റ് ആ കുറച്ച് ബോക്സ് മാത്രം ഇവർ കയറ്റിയപ്പോഴേ അത് ഞാൻ ശ്രദ്ധിച്ചില്ലട്ടാ. പല സാധനങ്ങൾ കയറ്റി പറഞ്ഞേ ഇറക്കാനൊരു ബുദ്ധിമുട്ട്. ഇവരുടെ കൂടെ ഞാനും കുറച്ചുകൂടെ കൂടിയാൽ ഒന്നുകൂടെ സ്പീഡായി. അങ്ങനെ ഈ സാധനം കഴിഞ്ഞ് ഇനി പെയിന്റ് ഇറക്കാൻ പോകണം. പെയിന്റ് ഇതുണ്ടോ, ഇനി സാധനം ഇറക്കാൻ പോകണം. പെയിന്റാണ് ഇറക്കണം. പെയിന്റ് നമുക്ക് ഓടിയിട്ടാ എല്ലാത്തിനും ഒരു ടൈം പാസ്, നേരം പോക്ക്. നമ്മളെല്ലായിടത്തും പോകുമ്പോൾ ഇറക്കണം. ഇവിടെ നിന്ന് ഇറക്കിയാൽ 10 കിട്ടില്ല കേട്ടോ, വേറെ വിഷയം. എന്നാലും ഒരു ടൈം പാസ് രസം. അങ്ങനെ പെയിന്റിൻ്റെ ഒരു ഭാഗം ഇറക്കി കഴിഞ്ഞു കേട്ടോ. ഇതുകൊണ്ട് ഇനി അടുത്ത സാധനം ഈ മഴ പെയ്യണതിന് മുമ്പ് കാലിയാക്കണം. അതിനൂടെ അതാണ് ഞാനും മെയിനായിട്ട് കൂടാൻ കാരണം. അല്ലെങ്കിൽ നമുക്ക് കൂടേണ്ട കാര്യമില്ല. മഴ പെയ്യുമ്പോൾ കാലിയാക്കണം. അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പണ്ടര പായായിട്ട് ഞാൻ മണ്ടറങ്ങി. ഞാൻ നമ്മുടെ വണ്ടിയിലത്തെ ലോഡൊക്കെ അങ്ങനെ ഫുൾ ഇറക്കി കഴിയാൻ പോകണ്ട. ലാസ്റ്റ് ഭാഗങ്ങളായി ഇറക്കി കഴിയാറായി. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ അറക്കല അവസാനത്തെ ഭാഗമായി. ഞാൻ അടിച്ചു പോയി. ഞാൻ ഇവിടെ കാരണം കഴിഞ്ഞിട്ടിപ്പോൾ ചെടി കയറ്റിൻ്റെ മണ്ണാണ് കിടക്കണ മുടിയാണ് ഉണ്ടോ. വൃത്തിയാക്കി പരിപാടി കഴിഞ്ഞാലോ. നമ്മളങ്ങനെ ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടി ലോഡൊക്കെ ഇറക്കി ഇവിടെ നിർത്തിയേക്കാം. ഇവിടെ റിസീവ്ഡ് കിട്ടാൻ കുറച്ച് നേരം പിടിക്കും. ഞാനിനി പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് പോട്ടെ. എന്തെങ്കിലും പോയി കഴിക്കട്ടെ, ഭക്ഷണം എന്തെങ്കിലും കഴിക്കട്ടെ. റിസീവ്ഡ് കിട്ടാൻ കുറച്ച് നേരം പിടിക്കുമെന്ന് പറഞ്ഞാൽ. ഇന്ന് മഴ പെയ്യാത്ത കാരണേ ഞാനത് കാരണം ലോഡ് ഇറക്കാൻ കൂടെ കൂടിയത്. മഴ പെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ലാസ്റ്റ് നമ്മൾ ഇറക്കിയപ്പോഴാണ് മഴ പെയ്ത്. ഇപ്പം ഇന്ന് പിന്നെ മഴയുടെ ലക്ഷണം ഒന്നും കാണാനില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇതിലൊക്കെ വെള്ളം ഉണ്ട്. അതിപ്പോൾ വെള്ളമൊന്നുമില്ല. ഇത് MC റോഡാണ്. MC റോഡ് കോട്ടയം കൊമ്മളി. സോറി, MC റോഡല്ല, KK റോഡ്. സോറി, KK റോഡ്. കോട്ടയം കൊമ്മളി റോഡാണിത്. KK റോഡാണ്. KK റോഡ്. ഇവിടെ ഒരു ആശുപത്രിയുടെ ക്യാൻറ്റീനുണ്ട്. അവിടെ എന്തെങ്കിലും പോയി കഴിക്കാമെന്ന് വെച്ചിട്ടാ. ഇതാണ് KK റോഡ്, കോട്ടയം കൊമ്മളി റോഡ്. ഇത് നാഷണൽ ഹൈവേ ആണ്. ഹൈവേക്ക് എന്താ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കോട്ടയം മധുര ഹൈവേ ആണിത്. ഭക്ഷണം കഴിക്കട്ടെ. ചോറും മീൻ വറുത്തോണം കഴിക്കട്ടെ. നമ്മൾ ഭക്ഷണം കഴിച്ച് പോട്ടെ. കുഴപ്പമില്ല കേട്ടോ, നല്ല ഭക്ഷണമാണ്. ഇല്ല റേറ്റും പറയാനില്ല. ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ ആയത് കാരണമായിരിക്കാം ടേസ്റ്റുള്ള ഭക്ഷണമാണ്. നമുക്ക് ഓർഡറൊക്കെ എൻ്റെ റിസീവ്ഡ് കിട്ടണം. റിസീവ്ഡ് കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് PRS. നമ്മളവിടുന്ന് മറ്റേ റിസീവ്ഡൊക്കെ കിട്ടി വണ്ടി എടുത്ത് പോകുന്നു. വണ്ടി ഇവിടെ കോടിമതയിലാണ്. കോടിമത ഇവിടുന്ന് എന്തെങ്കിലും ലോഡ് കയറ്റണം നാട്ടിലേക്ക്. ഞാൻ കഴിഞ്ഞിട്ടപ്പോൾ നമ്മൾ കാക്കിനാട് പോയിട്ട് ഇവിടുന്ന് ലോഡ് കിട്ടിയ കേട്ടോ. ഇവിടുത്തെ ഓഫീസിൽ നിന്ന് ലോഡ് കിട്ടിയ ടയർ കടക്കാരൻ. ഇതെന്താ പഴയ സ്റ്റാൻഡ് എന്തൊക്കെയായിരുന്നു ഇവിടെ. നമ്മുടെ വണ്ടി അങ്ങ് അറ്റത്ത് കൊണ്ടിട്ടുണ്ട് നമ്മൾ. ഇവിടെ വണ്ടിക്കാരുടെ പാർക്കിങ്ങാണ്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ട് നമ്മുടെ പാർക്കിങ് നേരത്തല്ലേ, പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ സൈഡാക്കി. നമ്മുടെ തൃശ്ശൂർ വണ്ടി ഇവിടെ 2 വേറെ കിടക്കുന്നുണ്ട്. KL08 അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. ഞാൻ അവരെ ഇപ്പോഴാണ് കണ്ട ഒരു KL08 CA 7613. ഇപ്പുറത്തൊരു വണ്ടി വേറെ നിൽക്കുന്നുണ്ട്, CB 2347. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർമാർ. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടന്മാരെ കണ്ടേട്ടാ. ചേട്ടൻ്റെ വീട് എവിടെയാ? തൃശ്ശൂർ. നമ്മുടെ ചാനല് സബ്സ്ക്രൈബർമാരാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവർ വന്നിട്ട് നമ്മളോട് വന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ ചേട്ടനത്. ചേട്ടൻ പറഞ്ഞേട്ടാ? അനന്തു. എവിടെ സ്ഥലം? തൃശ്ശൂർ.
ഇവർ നമ്മുടെ വീഡിയോയിലൊക്കെ കയറി കമൻ്റൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സന്തോഷമായി. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ട് ഇവരെ കണ്ടു. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണ്ട. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാൻ മറക്കി വന്നല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി അടുത്ത ലോഡ് ഒന്നിരി ചേട്ടതല്ല എവിടെടാ? കൊല്ലം കൊട്ടാരക്കര. ചേട്ടത് വണ്ടി ലൈലൻഡ് വണ്ടിയില്ല. അപ്പോൾ ഇവരെ ഈ ചേട്ടനെ ഇപ്പം ഞാൻ ഇപ്പം പരിചയപ്പെട്ടാ. ഇവർ രണ്ടുപേരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർമാരാട്ടാ. ഇവർ രണ്ടുപേരും. അപ്പോൾ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തണ്. ഇനി നാളെ നമുക്ക് നാളത്തെ വണ്ടിയുടെ ഓട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ഞങ്ങൾ തൃശ്ശൂരുകാർ നമ്മൾ ആദ്യമായിട്ടാണ് ചാനൽ. കാരണം പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ലോറിയിൽ പോകുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർമാരെ കാണാറുണ്ട്. പക്ഷേ അവരോടൊന്നും സംസാരിക്കാൻ നേരം കിട്ടാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി പോസ്റ്റ് ആയപ്പോൾ ഒന്ന് കണ്ടു, സംസാരിച്ചു. നമ്മുടെ തൃശ്ശൂരുകാർ ചേട്ടന്മാർ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം.